പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ അമ്മ ആയിരക്കണക്കിന് മക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുന്ന അരുളിച്ചത് കർത്താവിൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ സമാധാനം ആശംസിക്കുന്നു. ഈ സമാധാനം നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കട്ടെ. കർത്താവ് രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശയ്യാവലംബികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും ചെവിക്ക് കേൾവിക്കുള്ളവരും മൂക്കിൽ എപ്പോഴും ദിശ വളരുന്നവരും അടിനോടിന് അസുഖമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഭാരങ്ങൾ, ഭീതികൾ, ഡിപ്രഷൻ പോലുണ്ടാകുന്ന മനസ്സിൻ്റെ അവസാദ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മഞ്ഞുനീര് പോലെ ഒഴുകി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി തട്ടിയിട്ട് കിട്ടാത്തവരുണ്ട്, ഉള്ള ജോലി തന്നെ ചെയ്തിട്ട് ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്, മാസങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട്. അതൊക്കെയാണ് കർത്താവ് ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അതുകൊണ്ട് കടങ്ങൾ കൂടുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ പറ്റണില്ല, കുടുംബം മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റണില്ല, വല്ലാത്ത ഒരു നരകാവസ്ഥയ്ക്ക് ഒരു കുടുംബത്തിൽ ആരും വന്ന് കയറല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളുണ്ട്. സ്വർണത്തിന് വില കൂടുന്ന കാരണം പല കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട്. പലതരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ട്. അതിനുപരി പ്രസവം നീണ്ടു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗർഭധരിച്ചതിന് ആന്തരികമായ അംഗവൈദ്യങ്ങൾ കണ്ടുകൊണ്ട് വിഷമിക്കുക വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട്. കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, കോടതി കേസുള്ളവരുണ്ട്. മക്കളെ പഠനങ്ങളിൽ പുരോഗതി ഇല്ലാതെ മാതാപിതാക്കന്മാർ ഞെരുക്കുന്നുണ്ട്. കാശ് മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ ഭയങ്കരമായ ദുരിതത്തിലും ഭാരത്തിൽ അകപ്പെട്ടവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ മുഴുവൻ രോഗപീഠകളും ജീവിതഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ ഇന്നത്തെ ദിവസം നീ ശക്തി പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ എല്ലാവിധ രോഗപീഠങ്ങളിൽ നിന്നും അകന്നു മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെ നാമത്തിൽ നീ സമാധാനം അനുഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവ്വീസ് നീക്കുവാമേ.